ഭാര്യക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ട് എങ്കിൽ അത് മറച്ചു പിടിക്കാണ് വേണ്ടത്. നമ്മൾ മുൻകഴിഞ്ഞ ബാബുകൾ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിന്റെ ഭാര്യയിൽ എന്തെങ്കിലും വെറുപ്പുള്ള കാര്യം കണ്ടാൽ അവളിൽ തൃപ്തിപ്പെടേണ്ടതായ പല സ്വഭാവങ്ങളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളുല്ല അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹമാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കോള് വരികയാണ്. എന്താണ് കോള്? കല്യാണം കഴിഞ്ഞ് 1, 2, 3 മാസമായ ഒരാൾ വിളിച്ചു പറയാണ്, ഞാനും ഭാര്യയായിട്ട് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. എന്താണ് കാരണം? ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം, ഭക്ഷണത്തിന് എന്തോ ഒരു പോരായ്മ, ആ വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഡൈവോഴ്സ് ആകുന്നത്. അപ്പൊ ഷെയ്ഖ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, യാ ബുനൈ അല്ലെങ്കിൽ യാ ബുനൈ, എന്റെ മകനെ, അദ്ദുന്യ മാ ഫിഹാ ഹൂറുൻ ഐൻ, എന്റെ കുഞ്ഞു മകനെ, ദുനിയാവിൽ ആരില്ല, ഹൂറുൻ ഐൻ ഇല്ല, ദുനിയാവിൽ ഹൂറുൻ ഐൻ ഇല്ല. നമ്മൾ കെട്ടുന്ന ആളുകൾ എന്താണ്, നമ്മളെ പോലെ ചിന്തിച്ചാൽ മതി. നമ്മൾ ആരാണ്, നമുക്ക് എത്ര ന്യൂനതകളുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളെ പറ്റി ഏറ്റവും നന്നായി അറിയുന്ന ആരാ, നമ്മൾ തന്നെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമുക്ക് എത്ര ന്യൂനതകളുണ്ട്. അതുപോലെ അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, സ്ത്രീകളെ പഠിച്ചത് എങ്ങനെയാണ്, വളഞ്ഞ എല്ലിൽ നിന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, അവർക്ക് ധാരാളം പോരായ്മകൾ ഉണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ പിന്നെ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആകെ നമ്മൾ ഈ ദുനിയാവിൽ എത്ര ജീവിക്കുക, എന്തെങ്കിലും മനുഷ്യന്മാർക്കാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇല്ലാത്തത്. തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. എന്നാൽ ഒരു സാധനത്തിന് ഇത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പ് നമുക്ക് ചില സാധനങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. മനുഷ്യന്മാർക്കോ ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രയാസവും പക്കയായിരിക്കണം എന്ന രൂപത്തിലാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ മുന്നോട്ടേക്ക് ജീവിതം എന്തായാലും പോവില്ല, യാതൊരു സംശയവും ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഇതാണ്.